Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Cubes International Group. Co-presents Ahilya School of Engineering and Technology. This program is brought to you by Happy Gold. ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചവർക്ക് ചിലപ്പോൾ ഒന്നും കിട്ടണമെന്നില്ല. പക്ഷേ ഒരു കാര്യം തന്നെ ഒരുപാട് തവണ ആഗ്രഹിച്ചവർക്ക് അത് കിട്ടിയിരിക്കും. ഫോക്കസിൻ്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ നമസ്കാരം. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ പ്ലസിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇന്നുള്ളത് അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡയറക്ടറും അഹല്യ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളുമായ PR ശ്രീ മഹാദേവൻ പിള്ള സാറാണ്. സാർ നമസ്കാരം. ഇപ്പോൾ എൻട്രൻസുകൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ എൻട്രൻസുകളുടെ ഒരു വലിയൊരു ചർച്ചയും കാര്യങ്ങളുമൊക്കെ തന്നെയാണ്, അതിൻ്റെ പ്രിപ്പറേഷനിലും കാര്യങ്ങളുമൊക്കെ തന്നെയാണ്. ഈ പ്രധാനപ്പെട്ട പ്രവേശന പരീക്ഷകൾ എന്തൊക്കെയാണ്? അതിലേക്ക് അടുക്കാൻ അല്ലെങ്കിൽ അതിലൊന്ന് വിജയിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? വരുണിൻ്റെ ഈ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇൻഫോസിസ് സ്ഥാപകൻ നാരായണമൂർത്തിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, എൻ്റെ മകന് IIT പ്രവേശനത്തിന് ശ്രമിച്ചു, അവനതിന് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അവനെ MIT പ്രവേശനം ശ്രമിച്ച് കിട്ടുകയാണ് ചെയ്തതെന്ന്. അതിലുള്ള ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ MIT അന്ന് ഈ നാരായണമൂർത്തി ഇത് പറയുന്ന സമയത്ത് ലോകത്തിലെ 1ാം നമ്പർ ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു. ഇപ്പോഴും ഏറ്റവും മെച്ചപ്പെട്ട 3 ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒന്ന് തന്നെയാണ് MIT. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ IIT തന്നെയാണ്. അപ്പോൾ IIT പ്രവേശനത്തിന് ശ്രമിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് എൻ്റെ മകന് MIT പ്രവേശനം നേടിയെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ലോകത്തെ ഏറ്റവും നല്ല 200 ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പട്ടികയിൽ IIT ഇല്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പട്ടികയിലുള്ളതാണ് MIT. അപ്പോൾ IIT പ്രവേശനം നേടുന്നതിനേക്കാൾ എളുപ്പമാണ് MIT പ്രവേശനം നേടുക എന്ന് അതിൻ്റെ വ്യംഗ്യാർത്ഥം. ലോകത്തിലെ ഏറ്റവും കട്ടിയുള്ള പ്രവേശന പരീക്ഷ ഇന്ത്യയിലെ IIT ആണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അത് ശരിയുമാണ്. കാരണം 12ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ട ക്രീമിനെ തിരഞ്ഞാണ് IIT പ്രവേശന പരീക്ഷയിൽ എടുക്കുന്നത്. അതുപോലെ ലോകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകൾക്ക് വേണ്ടി നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും മേന്മേറിയ പരീക്ഷയാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ. അതിലൊരുപാട് സർവീസുകളുണ്ട്. ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് IAS, IPS, IFS, IRS, IAAS അങ്ങനെ 28ഓളം സർവീസുകൾ അതിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും ലോകത്ത് അറിയപ്പെടുന്ന പരീക്ഷകളാണ്, IIT എൻട്രൻസ് എക്സാമിനേഷനും അതുപോലെ സിവിൽ സർവീസ് എക്സാമിനേഷനും. ഇത് കൂടാതെ നമ്മുടെ ഈ നാട്ടിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എൻട്രൻസ് പരീക്ഷയുള്ള ഒരു നാടാണ് ഇന്ത്യ. കഷ്ടമാണത്. കാരണം ഇപ്പോൾ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ മുമ്പ് ഇപ്പോൾ എയിംസിൽ വേണമെങ്കിൽ വേറൊന്ന്, യൂണിവേഴ്സിറ്റി വേണമെങ്കിൽ വേറൊന്ന്, അതർ സ്റ്റേറ്റിൽ വേണമെങ്കിൽ വേറൊന്ന്, അങ്ങനെ മെഡിസിന് ട്രൈ ചെയ്യുന്ന കുട്ടി ഒരു ഡസൻ കണക്കിന് പരീക്ഷകൾ എഴുതേണ്ട ഗതികേടുണ്ടായിരുന്നു. അതുപോലെ മുമ്പ് എഞ്ചിനീയറിങ്ങിനും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പരീക്ഷകൾ ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നത് സത്യത്തിൽ ഒരു പാതകമാണ്. നമ്മൾ ഈ കുട്ടികളെ അവരുടെ ക്ഷമ പരീക്ഷിക്കലും അവരുടെ സാമ്പത്തിക സ്ഥിതി പരീക്ഷിക്കലുമൊക്കെ ആയി മാറുകയാണ്. പല വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ അമേരിക്കയിൽ ബിരുദം കഴിയുന്ന ഒരാളിന് പോസ്റ്റ് ഗ്രാജുവേഷൻ എവിടെ പോകണമെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ഉണ്ട്, GRE, ഗ്രാജുവേറ്റ് റെക്കോർഡ്സ് എക്സാമിനേഷൻ. അതിൽ ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ജനറൽ GRE വേണമെങ്കിലും എഴുതാം. അത് എഴുതി കഴിഞ്ഞാൽ ഒരൊറ്റ പരീക്ഷ എഴുതാൽ മതി. അമേരിക്കയിലെ ഏത് സ്ഥലത്തേക്ക് പോകണമെങ്കിലും, ഏത് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിലും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാൾ അമേരിക്കയിൽ പോകണമെങ്കിൽ വേറെയും ചിലപ്പോൾ പരീക്ഷ എഴുതേണ്ടി വരും. ചിലപ്പോൾ IELTS പരീക്ഷ എഴുതേണ്ടി വരും, അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, അല്ലെങ്കിൽ TOEFL എക്സാമിനേഷൻ, ടെസ്റ്റ് ഓഫ് ഫോറിൻ ലാംഗ്വേജസ്, അങ്ങനെയുള്ള പരീക്ഷകൾ ചിലപ്പം എഴുതേണ്ടി വരാറുണ്ട്. പക്ഷേ അത് വിദേശികൾക്കേ വേണ്ടൂ. ആ നാട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരൊറ്റ പരീക്ഷ എഴുതിക്കൊണ്ട് ഏത് യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ നേടാൻ കഴിയുക പറഞ്ഞാൽ ഒരു വലിയ ഭാഗ്യമാണ്. അത് ഇന്ത്യയിൽ അത് മിസ്സിംഗ് ആണ്. 12ാം ക്ലാസ് കഴിയുന്ന കുട്ടികളിപ്പം കേരളത്തിൽ അഡ്മിഷൻ വേണമെങ്കിൽ കീം എഴുതണം, മെഡിസിൻ അഡ്മിഷൻ വേണമെങ്കിൽ നീറ്റ് എഴുതണം, ഡിഫൻസ് അക്കാഡമിയിൽ അഡ്മിഷൻ വേണമെങ്കിൽ അതിൻ്റെ എൻട്രൻസ് എക്സാം മാത്രം എഴുതണം, അല്ലെങ്കിൽ NDA എക്സാമിന് പോകണം. അപ്പോൾ അങ്ങനെ ഡസൻ കണക്കിന് പരീക്ഷകൾ കൊണ്ട് കലുഷിതമാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം. ഇതിനെ ഏകോപിപ്പിക്കാൻ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ കഴിയാവുന്നതിനെ ഏകോപിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞുള്ള പരീക്ഷകളെല്ലാം കൂടി CBSEയുടെ നേതൃത്വത്തിൽ ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വിട്ടുകൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും പരീക്ഷകളുടെ ബാഹുല്യം ഇപ്പോഴും ഉണ്ട്. ഇനി ഓരോ പരീക്ഷയെക്കുറിച്ച് നമുക്ക് കുറച്ചൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ ബിരുദം കഴിഞ്ഞ വിദ്യാർത്ഥി, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ബിരുദം കഴിഞ്ഞവരുടെ തന്നെ ഞാൻ പറയാം. എഞ്ചിനീയറിംഗ് ബിരുദം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പല പരീക്ഷകൾ എഴുതാം. അതിലേറ്റവും പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നത് സിവിൽ സർവീസ് എക്സാമിനേഷൻ UPSCയുടെ, എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ UPSCയുടെ, ഫോറസ്റ്റ് സർവീസ് എക്സാമിനേഷൻ UPSCയുടെ, ഇതൊക്കെ ഒരേ ലെവലിലുള്ള സർവീസാണ്. ഇനി ഇതൊന്നും അല്ലാതെ ഇപ്പോൾ ഗേറ്റ് എക്സാമിനേഷൻ 1983 മുതൽ
സജീവമായിട്ടുള്ളതാണ് ഗേറ്റ്, ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ്. ഈ ഗേറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നവരത്ന കമ്പനികളിൽ ജോലി കിട്ടും. IIT, NIT മുതലായ സ്ഥാപനങ്ങളിൽ ഉപരിപഠനത്തിന് പറ്റും. അത് ഒരു ഭാഗത്ത്. ഇനി ഇതൊന്നുമല്ലാതെ 12ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സംസ്ഥാന തലത്തിൽ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ വേണമെങ്കിൽ കീം എക്സാം എഴുതണം. ആർക്കിടെക്ചറിന് അഡ്മിഷൻ വേണമെങ്കിൽ കീം മാത്രം പോരാ, നാറ്റ, നാഷണൽ ആർക്കിടെക്ചർ എബിലിറ്റി ടെസ്റ്റ് എഴുതിയിട്ട് അതിന് കിട്ടുന്ന സ്കോറ് കീമിൻ്റെ ആപ്ലിക്കേഷൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ആർക്കിടെക്ചറിന് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളൂ. അതുപോലെ IIT എൻട്രൻസ് വേണമെങ്കിൽ ഇപ്പോൾ 2 പരീക്ഷകളുണ്ട്. ഒന്ന്, ആദ്യത്തെ പരീക്ഷ IIT മെയിൻ, അത് നിരവധി പേര് എഴുതുന്നതാണ്. അതുകൊണ്ട് 15 ലക്ഷത്തോളം പേരാണ് IIT മെയിൻ എക്സാം എഴുതുന്നത്. അതിനകത്തുനിന്ന് ഏകദേശം 1 ലക്ഷത്തോളം പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഒരു 1.25 ലക്ഷത്തേക്ക് പോകുന്ന നോക്കുക. അവരിൽ നിന്ന് രണ്ടാമത് IIT അഡ്വാൻസ്ഡ് JEE ഉണ്ട്. അതായത് IIT JEE മെയിൻ എക്സാംസ് കഴിഞ്ഞിട്ട് അതിൽ ക്വാളിഫൈ ചെയ്യുന്നവരിൽ നിന്ന് 1.5 ലക്ഷം ആളെ എടുത്തിട്ട് അവർക്കും അഡ്വാൻസ്ഡ് എക്സാം, എന്നിട്ട് അതിലും ക്വാളിഫൈ ചെയ്യുന്നവരെയാണ് IIT-ലേക്ക് വേണ്ടി വരുന്ന സീറ്റുകളിലേക്ക് തിരഞ്ഞെടുക്കുക. എന്നിട്ട് IIT-യിലെ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പം തിരുവനന്തപുരത്തുള്ള VSSCയുടെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, അങ്ങനെയുള്ള ചില അനുബന്ധ സ്ഥാപനങ്ങൾ IIT നിലവാരത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് NIT-കളിലേക്ക് കുട്ടികൾ അതിൽ നിന്ന് എടുക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ IIT JEE വഴി തന്നെ ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ കയറാൻ പറ്റും. അതുപോലെ മെഡിക്കൽ എക്സാമിനേഷൻ, നീറ്റ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനത്തും എല്ലാ ദേശീയ സ്ഥാപനങ്ങളിലും അഡ്മിഷൻ കിട്ടും. പക്ഷേ മിക്ക സംസ്ഥാനത്തും അതിൻ്റെ വ്യാപ്തി 15% സീറ്റിൽ ഒതുങ്ങുന്നു. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് നീറ്റ് എക്സാമിൽ നിന്ന് വേണം 15% അഡ്മിഷൻ കൊടുക്കാനെന്നുണ്ട്. ബാക്കി 85%. ഇപ്പോൾ കേരളത്തിലിപ്പം നീറ്റിൽ നിന്ന് തന്നെയാണ് മുഴുവൻ അഡ്മിഷൻ എടുക്കുന്നത്. പക്ഷേ പല സംസ്ഥാനങ്ങളിലും ഈ എൻട്രൻസ് എക്സാമിൽ നിന്ന് അല്ലാതെ സ്റ്റേറ്റിൻ്റെ വേറൊരു മെറിറ്റ് ലിസ്റ്റും കൂടെ ഉണ്ടാകാറുണ്ട്. അത് ആ സംസ്ഥാനത്തിൻ്റെ തീരുമാനം അനുസരിച്ചാണ് ചെയ്യാറ്. അതുകൊണ്ട് ഈ പരീക്ഷകളൊക്കെ പാസ്സാകണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ, ഹാർഡ് വർക്ക്. പിന്നെ ഒന്നാമത്തെ തവണ ഈ പരീക്ഷ പാസ്സാവുമെന്ന് കരുതി എഴുതുന്ന പലർക്കും നിരാശ വേണ്ടി വരുന്നുണ്ട്. പല പരീക്ഷകളും 2-3 തവണയൊക്കെ എഴുതേണ്ടി വരാറുണ്ട്. അത് ഈ പരീക്ഷകളുടെ കാഠിന്യത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ പരീക്ഷകളൊക്കെ എഴുതാനിരിക്കുന്നവർക്ക് എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് വ്യക്തമായിട്ടുള്ള ഒരു ഫോക്കസും നല്ല ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ എൻട്രൻസ് ഒക്കെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ? എനിവേ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷണൽ പ്ലസിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത സെഗ്മെൻറ്റുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. ഇത് IT യുഗമാണ് അല്ലേ? ഇന്ന് നമ്മളുടെ അടുത്തറിയാമൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് എത്തി നിൽക്കുന്നത് കൊച്ചിയിലുള്ള ലുമിനാർ ടെക്നോ ലാബ്സിലാണ്. ആൻഡ് കേരളത്തിലെ തന്നെ നമ്പർ 1 സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മളുടെ ലുമിനാർ. ആൻഡ് ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. ഒരു IT എംപ്ലോയിയിൽ നിന്ന് ഇന്ന് നമ്മളുടെ കൊച്ചിയിലെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ലുമിനാർ ടെക്നോ ലാബ് നടത്തുന്ന അതിൻ്റെ അമരക്കാരനായിട്ടുള്ള രാഹുൽ M. കുമാർ സാറിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സാറിനെ നമുക്ക് പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം സാർ. ഹലോ. ഇന്ന് IT അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ലുമിനാർ എന്ന പേര് സുപരിചിതമാണ്. സോ എങ്ങനെയാണ് നമ്മുടെ ലുമിനാർ ടെക്നോ ലാബിൻ്റെ ആ ഒരു ജേർണി? ലുമിനാർ ടെക്നോ ലാബ് 2018 ആരംഭിച്ച സ്ഥാപനമാണ്. 2018 എൻഡിലാണ്, അതായത് നമ്മൾ ഒക്ടോബറിൽ നമ്മളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി, നവംബറിൽ ഉദ്ഘാടനം ചെയ്ത് ഡിസംബറിൽ നമ്മൾ ക്ലാസ് തുടങ്ങിയത്.
അതിന് മുന്നേ ജേണി പറഞ്ഞാൽ ഞാൻ 2005 മുതൽ IT ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാനൊരു ഡിപ്ലോമ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കഴിഞ്ഞ് IT ജോലി തിരുവനന്തപുരത്ത് ഇൻഫർമേഷൻ കേരള മിഷനിൽ തുടങ്ങി. പിന്നെ കൊച്ചിയിൽ വർക്ക് ചെയ്തു, കഴിഞ്ഞ് ബാംഗ്ലൂർ വർക്ക് ചെയ്തു. ദെൻ 2016 ഞാൻ കൊച്ചിയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത്. ആ സമയത്ത് ഞാൻ ഒരു ജോലി അന്വേഷിച്ചിരുന്ന ഞാൻ കണ്ടുപിടിച്ച അല്ലെങ്കിൽ എനിക്ക് കിട്ടിയൊരു ജോലിയാണ് ഒരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സെൻട്രൽ മാനേജറായിട്ട്. ഞാൻ അവിടെ കുറച്ചാൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥാപനത്തിലും വർക്ക് ചെയ്തു. പക്ഷെ അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ചിന്ത വന്നുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെ കുറച്ചുകൂടി മികച്ച രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ വരുന്ന കുട്ടികളാരും തന്നെ പഠിച്ചിട്ട് സർട്ടിഫിക്കേഷൻ നേടിയെടുക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ബിരുദങ്ങൾ നേടാൻ വരുന്നവരല്ല. അവരുടെ എല്ലാം ലക്ഷ്യം ഒരു ജോലിയാണ്. അപ്പോൾ മാക്സിമം കുട്ടികളെ എങ്ങനെയെല്ലാം ഏറ്റവും മികച്ച രീതിയിൽ ട്രെയിനിങ് കൊടുക്കാം, അതുമാത്രമല്ല അഡ്വാൻസ് ലെവൽ കോഴ്സസിൽ എങ്ങനെ ട്രെയിൻ ചെയ്യാം, അതിനെല്ലാം വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലൂമിനാറിൻ്റെ മിഷൻ നോക്കുകയാണെങ്കിൽ 100% പ്ലേസ്മെൻറ്റ്സ് ടു ഇവിടെ എൻറോൾ ചെയ്യുന്ന കുട്ടികൾക്ക് 100% പ്ലേസ്മെൻറ്റ്സ്, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സോ ഇതിപ്പോൾ 2024 നോക്കുകയാണെങ്കിൽ ലൂമിനാർ ടെക്നോയിൽ ഇപ്പോൾ നമ്മൾ കോഴിക്കോട് നമുക്ക് 2 ഫ്ലോർ കോഴിക്കോട് ക്ലാസ് റൂംസ് ഉണ്ട്. കൊച്ചിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ 5 നില, ഈ 5 നിലയിൽ നമുക്ക് ക്ലാസ് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 2024 ഒക്ടോബറോടെ ലൂമിനാർ ട്രിവാൻഡ്രം ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുകയാണ് ഞങ്ങൾ. നമ്മുടെ ഒരു അഭിമാന നിമിഷം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ 2 ദിവസം മുന്നാണ് നമ്മൾ 5000 പ്ലേസ്മെൻറ്റ്സ്, അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് വളരെ ചെറിയൊരു കാര്യമല്ല. 5000-ഓളം പ്ലേസ്മെൻറ്റ്സ്. 5000-ഓളം പ്ലേസ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 5000-ഓളം ജീവിതങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. ഒരാൾക്ക് ഒരു ജോലി കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവിതമാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതെല്ലാം ലൂമിനാറിനെ പറ്റിയൊരു അഭിമാന നേട്ടങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിന് പുറമെ നമുക്ക് നമ്മുടെ വേറെ കുറച്ച് അച്ചീവ്മെൻറ്റ്സ് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സ് ടിവിയിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദെൻ റീസെൻ്റ്ലി ട്രിവാൻഡ്രത്ത് ചേർന്നിരുന്ന ബ്രാൻഡ് സ്റ്റോറീസിൻ്റെ എഡ്യൂ കോൺക്ലേവ് നമുക്ക് അവാർഡ് കിട്ടിയിരുന്നു, ബെസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളത്. അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിൽ നിന്നും ലീഡർഷിപ്പിന് അവാർഡ് കിട്ടിയിരുന്നു. സോ ഇതെല്ലാം തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന കുറച്ച് നേട്ടങ്ങളാണ്. അതിനേക്കാളെല്ലാം ഉപരി ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്കാണ്. നിങ്ങൾ ലൂമിനാറിൻ്റെ റിവ്യൂസോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജോ കണ്ടാൽ അറിയാം. ഏകദേശം 73,073K ഫോളോവേഴ്സുള്ള ഒരു പേജ് ഞങ്ങൾക്കുണ്ട്. അതിനേക്കാളുപരി 4.8 റേറ്റിംഗ് ആണ് ഗൂഗിൾ റിവ്യൂസ് നമുക്ക് നിൽക്കുന്നത്. ഏകദേശം 2500 റിവ്യൂസ് ഉണ്ട്. സോ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്ത്. അതുപോലെ തന്നെ അവരെ ആ മികച്ച രീതിയിലേക്ക് അവരെ ആക്കി തീർക്കുന്ന ഞങ്ങളുടെ ട്രെയിനേഴ്സ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കി സ്റ്റാഫ്, ഇതെല്ലാം തന്നെ ലൂമിനാറിൻ്റെ ഒരു അസറ്റ്സ്. IT റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ആ ഫീൽഡിലുള്ളവർ തന്നെ പുതിയൊരു കോഴ്സ് എടുത്ത് പഠിക്കാം, അല്ലെങ്കിൽ വേഗം അത് ചെയ്യാൻ പറ്റും, വേഗം ജോലി കിട്ടും, ആ ഒരു മൈൻഡ് സെറ്റോടെയാണ് നമ്മൾ കോഴ്സസ് എടുക്കുന്നത്. സോ ആ നമ്മളുടെ സ്റ്റുഡൻസിനോടും അല്ലെങ്കിൽ ബാക്കി അങ്ങനെയുള്ള ആൾക്കാരോട് എന്താണ് സാറിന് പറയാനുള്ളത്? ഓക്കെ, IT എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അനുദിനം അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നൊരു ഇൻഡസ്ട്രിയാണ്. സോ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ 2000-കളിലോ അല്ലെങ്കിൽ 90-കളിലോ ഉപയോഗിച്ച ടെക്നോളജീസ് അല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. സോ ഇതിലേക്ക് ആദ്യം എനിക്ക് പറയാനുള്ളത് പുതിയതായി വരുന്നൊരു കുട്ടിയോടാണ്. അല്ലെങ്കിൽ ഒരു ഫ്രഷർ ലെവലിൽ നിങ്ങൾ പഠിക്കാൻ വരികയാണെങ്കിൽ ഏത് കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ അതൊരു ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ടെക്നോളജി നിങ്ങൾ ചൂസ് ചെയ്യുക, ആ ടെക്നോളജിയിൽ മാസ്റ്റർ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ പഠിക്കാൻ പറ്റുമോ അവിടെ എല്ലാം പഠിച്ചെടുക്കുക, നല്ല നല്ല പ്രൊജക്ട്സ് ചെയ്യുക. നിങ്ങളുടെ ഫസ്റ്റ് ലക്ഷ്യം ഈസ് ടു ഗെറ്റ് ഇൻ ടു ആൻ എൻട്രി, ഒരു എൻട്രി കിട്ടുക, അല്ലെങ്കിൽ IT ഫീൽഡിലേക്ക് ഒരു എൻട്രി നേടാം. ആ എൻട്രി നേടിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. നമുക്ക് ഈ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഫയറിംഗ് ഉള്ളൊരു ഏരിയയാണ് IT ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ ആ ഇൻഡസ്ട്രിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അപ്സ്കിൽ ചെയ്യാന്ന് പറയും. നമ്മൾ പഠിച്ചിട്ടുള്ള ടെക്നോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ടെക്നോളജീസ് എന്തൊക്കെയാണ് അതെല്ലാം നമ്മൾ പഠിച്ചെടുക്കുക. അതുപോലെ തന്നെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡെവലപ്പറായി ജോലിക്ക് കയറി അല്ലെങ്കിൽ ഒരു ടെസ്റ്ററായി ജോലിക്ക് കയറി, നമുക്ക് ആ ജോലി കിട്ടിയോണ്ട് എല്ലാം കഴിയുന്നില്ല. അപ്സ്കില്ലിംഗ് എന്നുള്ളത് IT-ൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക ജോലിയുടെ ഒരു എന്താ പറയുക സ്ഥിരതയ്ക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് കമ്പനികളിൽ മാറണമെങ്കിൽ ദെൻ അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം നമ്മൾ വെറുതെ ജോലി ചെയ്യുന്നതല്ല, നമുക്ക് അത്യാവശ്യം നല്ല ശമ്പളം കിട്ടണം അല്ലെങ്കിൽ നല്ല അപ്രൈസൽസിൽ നമുക്ക് നല്ലൊരു സാലറി ഹൈക്ക് കിട്ടണമെങ്കിലും നമുക്ക് അപ്സ്കില്ലിംഗ് എന്നൊരു സംഭവം വളരെ അത്യാവശ്യമാണ്. ഇനി IT ഫീൽഡ് വർക്ക് ചെയ്യുന്ന നിങ്ങളൊരു 2 കൊല്ലോ 3 കൊല്ലോ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അപ്സ്കില്ലിംഗ് വളരെ മാൻഡേറ്ററി ആണ്. അത് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ മേഖലയിലൊരു ഉയർച്ച ഉണ്ടാവത്തുള്ളൂ. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൂമിനാർ ഇന്ന് ഈ ഒരു നിലയിൽ എത്തണമെങ്കിൽ എന്തായാലും അതിന് പിന്നിൽ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള പീരീഡും ഉണ്ടാവും. സോ അതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? എന്താണ് ഏറ്റവും കൂടുതൽ സ്ട്രഗ്ലിംഗ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ? സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം വരുന്നൊരു ഇനീഷ്യൽ സ്ട്രഗിളാണ് സാമ്പത്തികം. ഞങ്ങൾ അതെങ്ങനെ ഓവർകം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിൽ ഒരുപാട് പേര് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ബിൽഡിങ് റെൻറ്റ് കുറച്ച് നമുക്ക് ബിൽഡിംഗ് കിട്ടിയത്, അഡ്വാൻസ് കുറച്ച് കിട്ടി. പിന്നെ തുടക്കത്തിൽ നമുക്ക് ശമ്പളം കൊടുക്കാനൊന്നും ഒരു വലിയതായിട്ട് വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. 2-3 കുട്ടികളൊക്കെ പഠിക്കുന്നുള്ളൂ. ആ സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ വൈഫ് സപ്പോർട്ട് ചെയ്യുന്നു. അവളുടെ സ്വർണ്ണമൊക്കെ വരുത്തുന്നു. നമ്മൾ പണയം വെച്ചൊക്കെയാണ് ആദ്യം ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ഉണ്ടായ വേറെ സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അതുകൊണ്ട് ആരും തന്നെ നമ്മളെ വിശ്വസിക്കണമെന്നില്ല. സോ ഇനീഷ്യൽ നമുക്കൊരു പ്ലേസ്മെൻറ്റ്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ പല കമ്പനി ഇപ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു
അപ്പോയിൻമെൻ്റ് ഒന്നും കിട്ടിയിരുന്നില്ല. അതൊക്കെ ഒരു ഇനീഷ്യൽ സ്റ്റേജസ് ആയിരുന്നു. ഇതിനെല്ലാം ഉപരി ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെതിരെ നടത്തിയ കുറേ വ്യാജ എന്താ പറയുക ആരോപണങ്ങളെന്നോ അല്ലെങ്കിൽ റിവ്യൂ സ്പാമിംഗ് എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗൂഗിളിൽ കയറി ആർക്കും ആരെ പറ്റി എഴുതാം. സോ ഒരു സമയത്ത് ഞങ്ങളൊന്ന് കത്തിക്കയറി വന്ന സമയം ഉണ്ടാകും, നമുക്ക് നല്ലപോലെ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ തുടങ്ങിയ സമയത്ത് നമ്മളെ പറ്റി നമ്മുടെ ഗൂഗിൾ പേജസിൽ കയറിയിട്ട് ഒരുപാട് ആളുകൾ ആരാന്ന് നമുക്കറിയത്തില്ല കുറേ ഫേക്ക് ഐഡിയകളിൽ നിന്നെല്ലാം കണ്ടിന്യൂസ് നെഗറ്റീവ് റിവ്യൂസ് വന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ല, കാരണം രാത്രിയൊക്കെ നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ പേജ് നോക്കും, റിവ്യൂ വരുന്നുണ്ടോ. കുറേയൊക്കെ നമ്മൾ സൈബർ സെല്ലിൽ കോൺടാക്ട് ചെയ്തു, ദെൻ ഈ പറഞ്ഞ പോലെ തന്നെ ഗൂഗിളിൽ കുറേ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോൾ നമ്മളെ ചോദിച്ച കുറേ പേര് നമുക്കൊന്നൊരു ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ള കാര്യം പോകും. അതിനൊരു നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ പോസിറ്റീവ് ഘടകങ്ങൾ, നമ്മൾ പഠിച്ച കുട്ടികളിൽ നിന്നും പോസിറ്റീവ് റിവ്യൂസ് വാങ്ങാം, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതുമായി മുന്നോട്ട് പോകുന്നതായിരുന്നു നമുക്ക് അന്ന് കിട്ടിയ ഒരു ഉപദേശം അല്ലെങ്കിൽ നമുക്കും തോന്നിയത്. സോ നമ്മളതിനെ കംപ്ലീറ്റ്ലി അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പക്ഷെ ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 2500ഓളം പോസിറ്റീവോളം റിവ്യൂസ് നമുക്ക് ഗൂഗിളുണ്ട്. അതൊരു ഭയങ്കര സ്ട്രഗ്ലിംഗ് തന്നെയാണ്, കാരണം നമ്മുടെ ഗൂഗിളിൻ്റെ പേജ് അടിച്ചു പോയി. കാരണം അറിയാലോ, ഏതൊരു ബിസിനസ്സിനും ഒരു ഓൺലൈൻ പ്രസൻസ് ആവശ്യമാണ്. അതൊക്കെ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ. എന്തൊക്കെയാണ് ലുമിനാർ ടെക്നോ ലാബിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ലുമിനാർ ടെക്നോ ലാബിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കൊച്ചിയിൽ സെൻറ്റർ ഉണ്ട്, കോഴിക്കോട് സെൻറ്റർ ഉണ്ട്. നമ്മളിനി നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കേരളം വിടാണ്. നെക്സ്റ്റ് പിന്നെ നമ്മൾ ബാംഗ്ലൂർ, പിന്നെ അതുപോലെ തന്നെ ദുബായിക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ വേറൊരു ഫ്യൂച്ചർ പ്ലാൻ പറയാം. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എത്തി നിൽക്കുന്ന ഒരു 5000 പ്ലേസ്മെൻറ്റ്സ് ആണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു 1 ഇയറിൽ അല്ലെങ്കിൽ നമുക്കൊരു ഒരു അക്കാഡമിക് ഇയറിൽ നമ്മളെ കൊണ്ട് ഏകദേശം ഒരു 5000 to 6000 പ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റണം. അതിന് ഈ പറഞ്ഞ പോലെ തന്നെ മന്ത്ലി നമുക്കൊരു 500 പ്ലേസ്മെൻറ്റ്സ് എത്തണം. അതും ഒരു ഫ്യൂച്ചർ പ്ലാനാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ ബാക്ക് എൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു വിപുലമായ HR ടീം, അതുപോലെ തന്നെ കൂടുതൽ കമ്പനികളെ ക്യാൻവാസ് ചെയ്യാനുള്ള മാർക്കറ്റിംഗ് ടീം, ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു ഫ്യൂച്ചർ പ്ലാനാണ് ലുമിനാറിൻ്റെ. തീർച്ചയായിട്ടും ഒത്തിരി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു സാർ നമ്മളോട് കൂടെ ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും ഒരുപാട് IT റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു ഏറ്റവും കൂടുതൽ മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. ആൻഡ് ലുമിനാറിന് ഇനിയും ഭാവിയിലേക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും വിഷിങ് ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ നമ്മളുടെ ആ ഒരു IT ഇൻഡസ്ട്രിയിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലുമിനാർ ടെക്നോ ലാബിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് സർ നമ്മളുടെ കൂടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന്. ഓക്കെ, താങ്ക് യു സോ മച്ച്. IT മേഖലയിൽ നല്ലൊരു ജോലി നേടാൻ നല്ല ട്രെയിനിങ്ങും അത്യാവശ്യമാണ് അല്ലേ? സോ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ലുമിനാർ ടെക്നോ ലാബിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയാണ്. സോ നമ്മളുടെ അടുത്തറിയാമെൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ പൂർത്തിയാവുകയാണ്. ആൻഡ് ഇനി അടുത്ത സെഗ്മെൻറ്റിൽ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാപ്പി ഗോൾഡ് ന്യൂ ഫാഷൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ കുറച്ച് സ്വർണ്ണ വിശേഷങ്ങളൊക്കെ കണ്ടുവരികയാണ് അല്ലേ? സോ ഇന്ന് കുറച്ച് ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഗോൾഡിൻ്റെ കളക്ഷൻസ് ഒക്കെ ആയിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് ആ കളക്ഷൻസ് ഒക്കെ കണ്ടാലോ? വാ. നമ്മൾ ഇനി കാണാൻ പോകുന്നത് കുറച്ച് പാദസരങ്ങളുടെ കളക്ഷൻസ് ആണ്. അപ്പം നമ്മളുടെ സുസ്മിത ചേച്ചിയാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് ആ കളക്ഷൻസിലേക്ക് പോയാലോ? ഓക്കെ, അപ്പം നമ്മളുടെ പാദസരങ്ങൾ എത്ര ഗ്രാം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് 2 ഗ്രാം മുതലാണ് പാദസരം സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 ഗ്രാമിൻ്റെ പാദസരമാണ് കാണിച്ചിരിക്കുന്നത്. 2 ഗ്രാമിൻ്റെ പാദസരം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള 2 ഗ്രാമിൻ്റെയാണ്. അപ്പോൾ എന്ത് ചെയ്യാനാണ് ഇത് ചെത്ത് ചെയിൻ എന്ന് പറയും. ചെത്ത് ചെയിനിലാണ് നമുക്ക് 2 ഗ്രാമിൻ്റെ പാദസരം വരുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി എത്ര? 4 ഗ്രാം മുതൽ. ഇത് ഫാൻസി ടൈപ്പ് മോഡലാണ് പാദസരം വരുന്നത്. പിന്നെ ഇത് പരസ്പരം ഇത് ഒരു പവനുണ്ട്, 8 ഗ്രാമിൻ്റെയാണ്. പിന്നെ ഗാംഗുലി ചെയിനുണ്ട്, പിന്നെ പരുന്തി ചെയിനുണ്ട്. ഓക്കെ, ഇതും കുറച്ച് ഫാൻസി ആയിട്ടുള്ള ഹാർട്ട് ഷേപ്പിലുള്ള. ഇത് എത്ര ഗ്രാം ഉണ്ടാവും? ഇത് 4 ഗ്രാം. 4 ഗ്രാമാണ്. അതെ. പിന്നെ ബോൾ ടൈപ്പിൽ വരുന്ന മോഡൽ.
അതൊക്കെ എങ്ങനെയാണ്? 4 ഗ്രാമാണ്. 4 ഗ്രാം. ഓക്കെ. അപ്പോൾ ഇതോ ഈ ഒരു ഇത് 1 പവൻ്റെ ഇതിന് ഉർവശി ചെയിൻ അല്ലെങ്കിൽ ബോംബെ ചെയിൻ എന്നാണ് പറയണത്. ഇത് 1 പവനിലാണ് പറഞ്ഞത്. 1 പവനാണ്. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചേർത്തലയിൽ ഇവിടെ നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷനാണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. 800 മില്ലി തൊട്ടുള്ള കളക്ഷൻസ് ബ്രേസ്ലെറ്റിൽ വരുന്നുണ്ട്. കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഓർണമെൻറ്റ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഓക്കെ. ഇത് കുട്ടികളുടെ ബ്രേസ്ലെറ്റാണിത്. ഇത് 800 മില്ലി മുതലുള്ള ബ്രേസ്ലെറ്റ് ആണിത്. വാച്ച് മോഡലാണ് വരുന്നത്. 800 മില്ലി ഉള്ളൂ അല്ലേ? അതെ അതെ. അത് 800 മില്ലിയിൽ ഭയങ്കര സിമ്പിളായിട്ട് വന്നിട്ട് പക്ഷെ എന്നാൽ പൊലിമയുണ്ട് കാണാനായിട്ട്. ഓക്കെ. അടുത്തത് അത് 1 ഗ്രാമിൻ്റെ ചെയിനാണിത്. ഓക്കെ. അത് കഴിഞ്ഞ് 2 ഗ്രാമിൻ്റെ ചെയിൻ വരുന്നുണ്ട്. പിന്നെ 1.5 ഗ്രാമിൻ്റെ ചെയിൻ വരുന്നുണ്ട്. ഓക്കെ. ഇത് 4 ഗ്രാമിൻ്റെ ചെയിനാണ്, കുട്ടികൾക്കുള്ളതാണ്. 4 ഗ്രാമിൻ്റെ. അതെ അതെ. ഇത് 3 ഗ്രാമിൻ്റെ ചെയിനാണ്. അതുപോലെ തന്നെ വാച്ച് മോഡൽ 2 ഗ്രാമിൻ്റെ കുട്ടികൾക്കുള്ളത് തന്നെ 2 ഗ്രാമിൻ്റെ വരണുണ്ട്. വാച്ച് മോഡൽ തന്നെ പൊലിമയിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു. കുറച്ച് നല്ല എടുത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ പൊലിമയിൽ അത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഹാർട്ട് ഷേപ്പിൽ ചെയിനാണ്. ഇത് ഒരു 12 വയസ്സുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ചെയിനാണ്. പിന്നെ ടീനേജ് പിള്ളേർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ്. പിന്നെ ഇത് 1 ഗ്രാം സിമ്പിളായിട്ട് 1 ഗ്രാം 100 മില്ലി 200 മില്ലി അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു പുതിയ മോഡൽ വന്നേക്കുന്നതാണിത്. ഇത് എന്ത് ടൈപ്പ്? ഇത് 4 ഗ്രാമിൻ്റെ 4 ഗ്രാമിന് ഫ്ലവർ മോഡൽ വന്നേക്കുന്നത്. നല്ല രസമുണ്ട് അത്. പിന്നെ ഇത് ഹാർട്ട് മോഡൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇതൊക്കെയാണ് നമ്മളുടെ ബ്രേസ്ലെറ്റിൽ വരുന്ന കളക്ഷൻസ്. ആണ് ഇനി ഏറ്റവും നല്ലൊരു ഹെവി മോഡൽ. അതെ അതെ. ഇത് 1 പവൻ്റെ ആണിത്. ഇത് വലിയവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ഇതാണ് നമ്മളുടെ ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്വർണ്ണ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു സെഗ്മെൻറ്റിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. ബൈ. Ahalya, Kerala's largest EduHealth campus, offers various UG and PG courses. Ahalya, a place for quality learning. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ്. ഹാപ്പി ലാൻഡ് പേര് പോലെ തന്നെ ഹാപ്പിയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. സോ അതിൻ്റെ പേര് തന്നെ നമുക്കറിയാം, അമ്യൂസ്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ലോട്ട്സ് ഓഫ് റൈഡ്സ് ഹിയർ. വാട്ടർ റൈഡ്സും ഉണ്ട്, ലാൻഡ് റൈഡ്സും ഉണ്ട്, ജംഗിൾ സഫാരി ഉണ്ട്, 3D 5D മൂവീസ് ഉണ്ട്, അതുപോലെ തന്നെ ഗോസ്റ്റ് വില്ലാസ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ടൈമും കൂടി ആയതുകൊണ്ട് ഇവിടെ ഫുൾ പിള്ളേരും ഫാമിലീസും അഴിച്ചു പൊളിക്കാൻ റെഡി ആയിട്ടുള്ളവരാണ്. ഹലോ, നമ്മൾ ഇടവ വർക്കല. കമൽ. നമ്മൾ ഗൾഫിലാണ്, ഫാർമസിസ്റ്റാണ്. വെക്കേഷൻ വന്നാണ്. 1 മന്ത്. ആർദ്ര, ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ഗ്രേഡ് 5. ആർദ്ര ചേച്ചിയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, ഇനി കേട്ടോട്ടെ. അദ്വിക കമൽ. ആതിര. ഞാൻ ലാബ് ടെക്നോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം അവിടെ തന്നെ. ദേവനന്ദ. ദേവനന്ദ, ഓക്കെ. എത്രാം ക്ലാസ്സിലാ? 5. ഓക്കെ. ഇപ്പോൾ വെക്കേഷന് വന്നതാ നാട്ടില്? അവളിവിടെ പഠിക്കുന്നത്. അല്ലേ? ഓക്കെ. ഇവിടെ ഏത് സ്കൂളാ മോളെ? ശിവഗിരി സ്കൂൾ. ശരി, ഓക്കെ. അപ്പോൾ ഇവരുടെ കൂടെ എൻജോയ് ചെയ്യാൻ വന്നതാണ്, കസിൻസിന്റെ കൂടെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇയാളായിരിക്കും നേതാവ് ഇവരുടെ വഴികാരൻ അല്ലേ? ആണോ? ഇവിടെ വന്നിട്ടുണ്ടോ മോളെ ഹാപ്പി ലാൻഡിൽ? ഇല്ല. ഇല്ല, ഫസ്റ്റ് ടൈം ആണല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ എന്താണ് ഇവർക്ക് വെക്കേഷൻ? എത്ര 2 months തന്നെയാണോ? വെക്കേഷൻ ആക്ച്വലി സ്കൂൾ ഓപ്പൺ ചെയ്തു, പക്ഷെ നമ്മളൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ചോദ്യം ചോദിച്ചാലോ? അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു പാട്ടെന്തെങ്കിലും പാടാൻ? പാടും.
പാടണം. നമ്മൾ ലീഡറായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പാടാനൊക്കെ റെഡിയാണ്. ആ നിങ്ങൾ രണ്ടുപേരും കൂടെ പാടിക്കോ. ഒരു കഥ പറയണോ? എന്തെങ്കിലും ചെയ്യണോ? What do you want to do? You want to dance? No. You want to say something? അപ്പോൾ shall I ask you a question? Yes. Okay. 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 നമ്മൾ തല കുത്തി നിന്നാൽ വലുതാകുന്ന ഒരു നമ്പറുണ്ട്. എന്താണ്? 6. പിള്ളേരെ ആലോചിക്കാൻ. ഓക്കെ, ഫിലിംസ് ഒക്കെ കാണാറുണ്ടോ? ഫിലിംസ് ഒക്കെ കാണോ? ഹലോ, ഏറ്റവും ഫേവറേറ്റ് ആക്ടർ ഏതാ മോളുടെ? മോഹൻലാലിന്റെ. മോഹൻലാൽ. ലാസ്റ്റ് കണ്ട മൂവി ഏതാ? ലാസ്റ്റ് കണ്ട നമ്മുടെ ഇത് പൃഥ്വിരാജിന്റെ ആടുജീവിതം. ഇഷ്ടപ്പെട്ടോ? മനസ്സിലായോ? എളുപ്പമുണ്ട് അപ്പം ഇഷ്ടപ്പെടാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാനൊരു ചെറിയൊരു ഡയലോഗ് പറയാം ഫിലിമിൻ്റെ. അത് ഏത് ഫിലിമാണ്? ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, ഇപ്പം ഇങ്ങോട്ട് എങ്ങനെയാ വന്നേ? കാറിൽ. വഴി അറിയായിരുന്നോ? വഴി അറിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? ഗൂഗിളിൽ നോക്കും. അല്ലെങ്കിൽ ശരി, അതൊരു ഓപ്ഷൻ. നെറ്റ് ഡൗൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ചോദിച്ചു പോവാം. ഇത് ഏത് ഫിലിമത്തെയാ? അയാൾ കഥ എഴുതുകയാണ്. ഇദ്ദേഹത്തോട് ശരിയല്ല, പിള്ളേർക്ക് ഒരു ചാൻസ് കൊടുക്കൂല. മലയാള സിനിമകൾ. അയാൾ കഥ എഴുതുകയാണ്. കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഒരു ഗിഫ്റ്റ് തരാം. 2 ഗിഫ്റ്റ് ഉണ്ട്. ഒരു ഗിഫ്റ്റ് ഇരിക്കട്ടെ. വേറെ ഒരു ഇനിയിപ്പോൾ ഒരു പാട്ട് പാടാൻ പറ്റും. ആടുജീവിതത്തിൽ എന്താ? ആടുജീവിതത്തിന് മുൻപ് എന്താ? ഏത് ഫിലിമാണ് കണ്ടേ? അങ്ങോട്ട് നോക്കിയേ നേരെ. ആ കുഴപ്പമില്ല, ആലോചിച്ചു. മഞ്ഞുമൽ വോയിസ് ഇഷ്ടപ്പെട്ടോ? പേടിയായോ? ചെറുതായിട്ട്. അപ്പോൾ ഇനി സൂക്ഷിക്കുമല്ലോ അല്ലേ അതുപോലെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ മീറ്റിംഗ് ആൻഡ് ടോക്കിംഗ്. എന്തായാലും നല്ലപോലെ എൻജോയ് ചെയ്യുക. സി യു. ബൈ. താങ്ക് യു. ഇവിടെ ഇപ്പോൾ നമ്മുടെ കൂടെ വന്നതൊരു കൊച്ചു ഫാമിലിയാണ്. കൊച്ചു പിള്ളേരുണ്ട്, വലിയവരുണ്ട്. അതുപോലെ നമുക്ക് ഹാപ്പിയായി നിൽക്കാൻ പറ്റുന്ന ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഹാപ്പി ലാൻഡിൻ്റെ എപ്പിസോഡും അടുത്ത കുറേ വിശേഷങ്ങളും കുസൃതി ചോദ്യങ്ങളുമായി വീണ്ടും വരാം. ദിസ് ഇസ് സുകന്യ ജയറാം സൈനിങ് ഓഫ്. ബൈ. ഇന്നത്തെ ഫോക്കസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ്. എഴുതി അറിയിക്കേണ്ടത് focus123@gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്കാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഞാൻ സുകന്യ ജയറാം സൈനിങ് ഓഫ്. ബൈ. ഫോക്കസ് presented by Happy Land Amusement Park, Tirunelveli. Powered by Cubes International Group. Co-presents Ahilya School of Engineering and Technology. This program is brought to you by Happy Gold.